ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്ത് ഇന്ത്യ ഫൈനലിലെത്തിയതോടെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സ്വന്തമാക്കിയത് അപൂർവ നേട്ടം. രോഹിത്തിന് കീഴിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെത്തിയതോടെ ICCയുടെ എല്ലാ ടൂർണമെന്റുകളിലും ടീമിനെ ഫൈനലിലെത്തിച്ച ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡാണ് രോഹിത് സ്വന്തമാക്കിയത്. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും 2023 ഏകദിന ലോകകപ്പിലും 2024 T20 ലോകകപ്പിലും ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ചതോടെയാണ് അപൂർവ നേട്ടം രോഹിത്തിന്റെ പേരിലായത്. ഇതിൽ 2024 T20 ലോകകപ്പിൽ രോഹിത് ഇന്ത്യക്ക് കിരീടം സമ്മാനിച്ചപ്പോൾ ഏകദിന ലോകകപ്പിലും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ഫൈനലിൽ തോറ്റു. മുൻ നായകൻ MS ധോണി ഇന്ത്യക്ക് T20 ഏകദിന ലോകകപ്പ് കിരീടങ്ങളും ചാമ്പ്യൻസ് ട്രോഫിയും സമ്മാനിച്ചിട്ടുണ്ട്. എന്നാൽ ധോണിയുടെ കാലത്ത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടായിരുന്നില്ല. ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിൽ ഇന്ത്യയുടെ 5ാം ഫൈനലാണിത്. 2 തവണ ഇന്ത്യ ചാമ്പ്യന്മാരായി. സൗരവ് ഗാംഗുലിക്ക് കീഴിൽ ഒരു തവണ ശ്രീലങ്കയ്ക്കൊപ്പം സംയുക്ത ചാമ്പ്യന്മാരും 2013 ധോണിക്ക് കീഴിലും. ഇന്നത്തെ വിജയത്തോടെ ദുബായിൽ മറ്റൊരു റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കി. ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ ഏകദിന വിജയം നേടുന്ന 2ാമത്തെ ടീം എന്ന റെക്കോർഡാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ദുബായിൽ കളിച്ച 10 മത്സരങ്ങളിൽ ഇന്ത്യയുടെ 9ാം ജയമാണിത്. ഒരു മത്സരം ടൈ ആയി. ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയാൽ ആ ഗ്രൗണ്ടിലെ 10 ജയം നേടി ന്യൂസിലൻഡിന്റെ റെക്കോർഡിനൊപ്പം എത്താൻ ഇന്ത്യക്കാവും. ചാമ്പ്യൻസ് ട്രോഫി നോക്കൌട്ടിൽ 3 തവണ നേർക്കുനേർ വന്നപ്പോഴും ഓസ്ട്രേലിയക്കെതിരെ വിജയം അടിച്ചെടുക്കാൻ ഇന്ത്യക്കായി. 1998-ലും 2000-ലും ക്വാർട്ടറിലും ഇപ്പോൾ സെമിയിലും ഇന്ത്യ പിന്തുടർന്ന് ജയിച്ച 265 റൺസ് ചാമ്പ്യൻസ് ട്രോഫി നോക്കൌട്ടിലെ ഉയർന്ന 4ാമത്തെ റൺ ചേസും ICC ഏകദിന നോക്കൌട്ട് മത്സരങ്ങളിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ടീം പിന്തുടർന്ന് ജയിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോറുമാണ്. 2011 ഏകദിന ലോകകപ്പ് ക്വാർട്ടറിൽ ഇന്ത്യ 261 റൺസ് പിന്തുടർന്ന് ജയിച്ചതായിരുന്നു ഇതിന് മുമ്പത്തെ ഉയർന്ന റൺസ് ചേസ്.